തൻവി നൈസായിട്ട് വീഡിയോസ് ഒക്കെ മുക്കിയിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ പിൻവലിക്കേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. 10 ലക്ഷം ആളുകളൊക്കെയാണ് ആ വീഡിയോ കണ്ടത്. ഫസ്റ്റ് വീഡിയോ 10 ലക്ഷം, പിന്നത്തെ വീഡിയോ അതിനേക്കാൾ കൂടുതൽ, അത് കഴിഞ്ഞ് അതിനേക്കാൾ കൂടുതൽ എന്നുള്ളതാണ്. അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. വി ഹാവ് ഡിസൈഡ് ടു ടോക്ക് തിങ്സ് ത്രൂ. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇനി രണ്ടുപേരും വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ പോവാന്നാ പറയുന്നത്. പക്ഷേ റീസൺ ഫോർ റിട്ടേൺ പാർട്ട് 2 അത് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് 10 ലക്ഷം വ്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല ഏണിങ്സ് ഒരു വീഡിയോ തന്നെ അത്യാവശ്യം കിട്ടും. 2-3 ലക്ഷം റുപ്യ ഒരു വീഡിയോ തന്നെ കിട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതവിടെ വെച്ചു. 14 മിനിറ്റ് ഉള്ളത്. അത് കഴിഞ്ഞപ്പോ ഇന്നലെ രാവിലെ അവരൊരു സ്പെൻഡിങ് ടൈം വിത്ത് ഹസ്ബൻഡ്സ് ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. അതായത് ഇതിന് ശേഷം, ഈ പ്രശ്നങ്ങൾക്ക് ശേഷം വന്ന വീഡിയോസിനാണ് അത്യാവശ്യം നല്ല റീച്ച് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും തൻവി നാരദക്കളി തന്നെയാണ് കളിച്ചതെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു അഹാന പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അഹാനയും അമ്മൂമ്മയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശവും എന്താണെന്ന് കാണിച്ചു തരാൻ കേട്ടാ. ആദ്യം തൻവിയെ കുറിച്ച് അഹാന അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, ഒന്നും കൂടി ഒന്ന് കേട്ടു നോക്കി. അപ്പൂപ്പൻ ഏതോ ഒരു പ്രാവശ്യം ഷുഗർ ലോ ആയി ഹോസ്പിറ്റലിലായി കഴിഞ്ഞപ്പോഴത്തേക്കും തൻവി അയക്കുന്ന മെസ്സേജ് ഉണ്ട്. ഇഫ് നമുക്ക് എന്താണ് എവിടെ 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 ഹീസ് സോ പീസ്ഫുൾ. ഇത് 31st ജാനുവരിയിൽ തൻവി സെയിങ് ഹീസ് സോ പീസ്ഫുൾ വെൻ ഹീസ് ഔട്ട്സൈഡ് വിത്ത് യു ഗൈസ്. ഞാൻ അപ്പൂപ്പനുമായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ അയച്ചു കൊടുത്തു. എന്നിട്ട് അമ്മൂമ്മയുടെ കുറ്റം പറയുന്ന എത്രയോ മെസ്സേജസ്. മറ്റേ അപ്പൂപ്പനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീട്ടിലോട്ട് മാറ്റണം. ഹോം നഴ്സ് പറയുന്ന അതേ ഡയലോഗ് തൻവി ഹസ് സെഡ്. അതായത് ഇതൊന്നും പരദൂഷണവും കാര്യങ്ങളോ ഒന്നുമല്ല. വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിലുള്ള എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അഹാന കൃഷ്ണ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ മാത്രം എടുത്താൽ മതി. അതായത് തൻവിക്കും അമ്മൂമ്മയോട് തീരെ ഇഷ്ടമൊന്നുമല്ല. അമ്മൂമ്മ ഈ വീഡിയോ എങ്ങാനും കാണുകയാണെങ്കിൽ അമ്മൂമ്മക്ക് ഇത് മനസ്സിലാവും. പക്ഷെ അമ്മൂമ്മ വീഡിയോ കാണില്ല. അമ്മൂമ്മയുടെ കയ്യിൽ ഇമാതിരി മൊബൈൽ ഫോണൊന്നും ഇല്ല. തൻവി എന്താണ് പറയുന്നത് അതാണ് മമ്മൂമ്മ പറയാറ്. അപ്പം ഈ ഇഷ്യൂസ് എല്ലാം അറിയാമായിരുന്ന ഒരാൾ എന്നിട്ട് 12th ഫെബ്രുവരി 2026 തൻവി അമ്മയ്ക്ക് ഒരു വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു. സെയിങ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അമ്മൂമ്മ വിളിച്ച് കാശ് 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 എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വി ഫെൽ വെരി ബാഡ്. കാരണം അവൾ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് തൻവി 12th ഫെബ്രുവരി 2026 അന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ തൻവിയുടെ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് തൻവി യു ബോദർ അബൌട്ട് യുവർ ഹെൽത്ത്, മൈൻഡ് ചെയ്യേണ്ട, വിട്ട് കളഞ്ഞേക്ക്, അവർ ടെൻഷൻ തരുന്നെങ്കിൽ ഫോൺ എടുക്കണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ തൻവിയുടെ. അപ്പം ഇത്രയും അപ്പൂപ്പൻ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തൻവി വരെ പറയുവാണ് ദിസ് ലേഡി ഈസ് നോട്ട് ഗിവിംഗ് ഹിം പീസ്, ഹി നീഡ്സ് ടു ബി മൂവ് സെപ്പറേറ്റ്ലി. ഇതിന്റെയൊക്കെ ചാറ്റ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ചാറ്റ് സ്ക്രീൻഷോട്ട് ലൈക്ക് ഇറ്റ്സ് ഓൾ ദെയർ. അപ്പം എന്നിട്ട് വന്ന് ഇങ്ങനെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് ഐ ഹാവ് നോ വേർഡ്സ്. ഓക്കെ തൻവി എന്തിനാണ് ഈ കളി കളിച്ചതെന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ അമ്മൂമാന്റെ അടുത്ത് പോയിട്ട് അമ്മൂമ്മ ഇങ്ങനെയൊക്കെയാണ് തൻവി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അമ്മൂമ്മക്ക് കാര്യം മനസ്സിലാവും. അവസാനം അമ്മൂമ്മയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ എഴുതി കൊടുക്കും. അപ്പൊ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. അമ്മൂമ്മയുടെ സ്വത്ത് കണ്ടിട്ടാണോ ആളുകളൊക്കെ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു മറുപടി അതിലൂടെ കിട്ടും എന്നുള്ളതാണ്. തൻവിക്ക് അമ്മൂമ്മയാണ് ഉള്ളത്, അമ്മൂമ്മയാണ് തൻവിയെ നോക്കിയിട്ടുള്ളത്. പക്ഷെ തൻവി എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലും അവർക്ക് നല്ല ഏണിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ കൂടുന്നത് അശ്വിനും അതേപോലെ ദിയൊക്കെയാണെന്നാണ് അഹാന തന്നെ അവകാശപ്പെടുന്നത് എന്നുള്ളതാണ്. അഹാനയോടാണ് അമ്മൂമ്മക്ക് പ്രത്യേക സ്നേഹമുള്ളത്. അതായത് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അഹാനയെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഊളത്തരങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ അഹാനയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ ഗ്രൂപ്പിലിട്ടു. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കഥയാണ്. പക്ഷെ ഇപ്പൊ കാണിക്കാൻ പോകുന്ന വീഡിയോ അതൊന്നുമില്ല. അമ്മൂമ്മയോട് യഥാർത്ഥത്തിൽ അഹാനയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം നിങ്ങൾ കാണണ്ടേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എന്നാലും കണ്ടോളൂ. എല്ലാരും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നു. എങ്ങനെയുണ്ട്? ഇനി തൊട്ട് ചിക്കൻ കറി. എന്റെ പൊന്നോ, എന്നാ ഒരു സ്നേഹ നോക്കിയേ. ഇനി എന്നും അമ്മൂമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതി. ഇനി എന്നും രാവിലെ അമ്മൂമ്മ ആ വോയിസ് മെസ്സേജ് അയച്ചു തരണം കേട്ടോ. സോറി, അതല്ല, ചിക്കൻ കറി ഉണ്ടാക്കി തരണം. കൊള്ളാം. ഇത്രയും പാഷനേറ്റ് ആയിട്ട് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഇതും കൂട്ടി അമ്മ ആദ്യമായിട്ടാണ് അറിയുന്നത്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് തളർന്നു പോയോ ഇതുണ്ടാക്കി?
അമ്മ പണ്ട് അമ്മ കുഞ്ഞായിരുന്നപ്പോ മട്ടൻ ലിവറൊക്കെ വാങ്ങിച്ച് എപ്പോഴും പറയും ഓർമ്മ. ഓഹോ. അതായത് അഹാന കൃഷ്ണ ഇരിപ്പുവശം കേട്ടിട്ടും സംസാരം കേട്ടിട്ടും ഇത്രയും നല്ല കറി വെക്കുന്ന ആളാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോ അഹാന അമ്മൂമ്മയുടെ ചിക്കൻ കറിയും അല്ലെങ്കിൽ മീൻ കറിയും അല്ലെങ്കിൽ മാങ്ങാത്തൊലി ഒലത്തിയതൊന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതിൽ നിന്ന് തന്നെ അവരുടെ ഒരു ബോണ്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി അമ്മൂമ്മക്ക് അഹാനയെ കുറിച്ച് പറയാനുള്ള ആ ഒരു സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ കേൾക്കണ്ടേ? കേൾക്കാം. കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനം അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താ പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മ അങ്ങോട്ട് വരണമെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരുന്നത്. കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എന്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാൻ കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിന്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ എന്ത് നല്ല ഫാമിലി, സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ മാത്രം. അതായത് അമ്മൂമ്മ പറയുന്നത് അഹാനകൃഷ്ണ മാത്രമാണ് പ്രശ്നം, ബാക്കിയുള്ള ആളുകളൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് അടുത്തൊരാളെ കാണാം, കണ്ടോളൂ. അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അതെ. അശ്വിന്റെ അമ്മ വഴി നിൽക്കുന്ന ആളുകളെ പോലെയാണ്, ഒരു ബന്ധമില്ലാത്ത ആളാണെന്ന് പറയുന്നത്. പക്ഷെ മിനമ്മ എന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് നടക്കുന്ന കുറെ വീഡിയോസ് ഇതൊക്കെ മുന്നേ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇതിവിടെ കൊണ്ടുവരണം. കാരണം ഈ ഫാമിലിയുടെ മൊത്തം ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് ജനങ്ങളൊന്നും അറിയണമല്ലോ, അതുകൊണ്ട് മാത്രം കൊണ്ടുവന്നുള്ളതാണ്. അമ്മൂമ്മ പറഞ്ഞു വരുന്നത് വെച്ചാൽ അഹാനകൃഷ്ണ മാത്രമാണ് പ്രശ്നക്കാരി എന്നുള്ളത്. അല്ല മമ്മി, അല്ല, ഓരോ ആളുകളും ഏറിപ്പോയിട്ടുണ്ട്. ഇഷാനി മാത്രമാണെന്ന് തോന്നുന്നു അത്രമാത്രം ഏറിപ്പോവാത്തത് ബാക്കിയുള്ള ഹൻസിക അടക്കം ഏറിപ്പോയ വ്യക്തികളാണ് എന്ന കാര്യത്തിൽ ഈ സംശയമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ഇനി അമ്മൂമ്മ പറഞ്ഞ ദിയമോളുടെ അടുത്ത ഒരിത്, എല്ലാവർക്കും അമ്മയോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാട്ടോ കൂടുതൽ ഇഷ്ടം. അതിപ്പോ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, കേൾക്കാം. അശ്വിൻ എത്രയാവുമായിരിക്കും തന്റെ അമ്മ കൊടുക്കേണ്ട ബില്ല് അപ്രോക്സിമേറ്റ്ലി? അമ്മ എത്ര കൊടുക്കും? എത്ര ആവുമായിരിക്കും? ആ ഒരു എമൗണ്ട് മനസ്സിൽ പറ. തന്റെ അമ്മ താൻ ഗിഫ്റ്റ് ചെയ്ത് നോക്കണ്ട, അതല്ലാതെ തന്റെ അമ്മ എടുക്കുന്ന എല്ലാം കൂടെ എത്ര ആവുമായിരിക്കും കറങ്ങി തിരിഞ്ഞ്? ഒരു 20-30 ആവും. 30,000 പോലെ. ഓ, തന്റെ അമ്മയ്ക്ക് എടുക്കുന്ന എല്ലാം കൂടെ എത്രയാവും? അത് വേണ്ട, അത് ഇവിടെ പറയാൻ പറ്റൂല അല്ലേ? റിച്ച് ആണ്, അത്ര ആലോചിച്ചാൽ മതി അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇത് ആരെ പേടിച്ചാ പറയാതിരിക്കുന്നത്? അച്ഛനെ. എന്താടോ വാഴ്വ് താന്ന് പറയാൻ കാര്യം എന്താ? വൈ? താങ്ക് യു. ജയലക്ഷ്മി അന്ന് ഓ, നമ്മൾ അന്ന് പൊങ്കാലിക്ക് നമുക്ക് എടുത്തായിരുന്നു. തന്റെ അമ്മ, എന്റെ അരുല്ല തന്റെ അമ്മ. കണ്ണിക്കണ്ട ആളുകളെ, വഴി കാണുന്ന ആളുകളെ ഒന്നും അമ്മ എന്ന് വിളിക്കാൻ പറ്റൂല. പക്ഷെ മീനമ്മ എന്ന് ഒലിപ്പിച്ച് നടക്കുന്ന ആരെയൊക്കെയോ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അതൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല. എന്തായാലും ഫാമിലി മൊത്തത്തിൽ നല്ല കിഡിലനാണെന്ന് മനസ്സിലായില്ല. അമ്മാതിരി ടീംസ് കൊള്ളാം. കഴിഞ്ഞില്ല. ഇനി പണമുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് പരിഹരിക്കാം എന്ന് പറയുന്ന അഹാനയുടെ ഈ ഒരു ഓഡിയും കൂടി നിങ്ങൾ വീഡിയോയും കൂടി കാണേ. മണി കാൺട്ട് ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറയും. ഓഫ് കോഴ്സ് ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊണ്ട് അവരെ പോയി തിരിച്ചു വാങ്ങിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇൻ എ ലോട്ട് ഓഫ് സിറ്റുവേഷൻസ് മണി കൻ ഡെഫിനറ്റ്ലി ബൈ യു ഹാപ്പിനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്. ഏത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഒരു കാശ് ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ വെപ്പൺ ആണ് മണി എന്ന് പറയുന്നത്. അതെ. എന്നിട്ടാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായതല്ലേ. പണമുണ്ട്, പണം ജനങ്ങൾ മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തത്. ആദ്യം ഇട്ടുകൊടുത്തത് എന്തായാലും തൻവിമോളാണ്. തൻവിമോൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ അത് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് മോളെ, നീ ഇങ്ങനെയൊക്കെ ഒന്നും പറയല്ലേ, എന്റെ കയ്യിൽ തെളിവൊക്കെ ഉണ്ട്, ഞാനത് ഇടും എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നം തീരുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ കുറെ നഗ്ന സത്യങ്ങൾ നിങ്ങളും കൊണ്ടുപോയിട്ടു, കുറെ നഗ്ന സത്യങ്ങൾ അവരും കൊണ്ടുപോയിട്ടു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും KK ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണെന്ന് ജനങ്ങൾക്ക് അങ്ങ് മനസ്സിലായി എന്നുള്ളതാണ്. റീലിൽ കാണുന്നതല്ല റിയാലിറ്റി എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഇങ്ങനെ ഒരു കാര്യമില്ലാതെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയിടും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ആ വീട്ടിൽ എന്താ നടക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും ചെയ്യുന്നുള്ളതാണ്. കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഫോർച്യൂണറും കാര്യങ്ങളും വാങ്ങാനൊന്നുമല്ല, പക്ഷെ
അത്യാവശ്യം നല്ല പൈസ കിട്ടും, നല്ല ഫണ്ട് കിട്ടും. ഇപ്പൊ നമ്മളെയൊക്കെ പരദൂഷണക്കാരെന്നാണുള്ള ആളുകൾ വിളിക്കാറ് അല്ലേ? ഈ സോഷ്യൽ മീഡിയയിൽ ഈ കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളെ നമ്മൾ എടുത്തിട്ട് പറയുന്നത്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഊഹിച്ച് പറഞ്ഞുണ്ടാക്കണമെന്നില്ലല്ലേ നമ്മള്. അതാ ആന കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഊഹിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നില്ല. അവര് പറഞ്ഞത് തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളത്, വേറെ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ ഇട്ടോണ്ടിരിക്കല്ലേ, നമ്മുടെ ഇതൊക്കെ റിയാക്ട് ചെയ്യുന്ന ആളുകളല്ലടേ, അവിടുത്തെ അങ്ങ് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറ. മൊത്തത്തിൽ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഒരുപാട് നടക്കുന്നുണ്ട് അല്ലേ? എന്താ ചെയ്യാ, വിദ്യാഭ്യാസം നേടിയിട്ടോ സമ്പത്ത് ഉണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ചില ആളുകളുടെ സ്വഭാവം അത് അങ്ങനെയാണ്. അഹാന കൃഷ്ണയെ കുറിച്ച് അമ്മൂമ്മക്ക് ഭയങ്കര ഒരു സ്നേഹമാണ് കേട്ടോ. ബാക്കിയുള്ള ആളുകളൊക്കെ അടിപൊളിയാന്നാ പറയുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ് എന്റെ പോലെ അമ്മജി. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.